ഹലോ ഡിയേഴ്സ്, 5ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് വരകളും വട്ടങ്ങളും ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, വരക്കണക്ക് ചിത്രങ്ങൾ നോക്കിയോ? ഇവിടെ 4 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? കുത്തനെയുള്ള തൂണുകളും ചാനും ചെരിഞ്ഞുമുള്ള താങ്ങുകളും ചേർത്തുണ്ടാക്കിയ പാലമാണ് ഒന്നാമത്തെ ചിത്രം. അപ്പോൾ ഒന്നാമത്തെ ചിത്രം ഒരു പാലത്തിൻ്റെ ചിത്രമാണ്. എങ്ങനെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്? കുത്തനെയുള്ള തൂണുകളും ചാനും ചെരിഞ്ഞുമുള്ള താങ്ങുകളും ചേർത്തിട്ടാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ ചിത്രം കുത്തബ് മിനാറിൻ്റെ ചിത്രമാണ് അല്ലേ? കുത്തനെ ഉയർന്നു നിൽക്കുന്ന കുത്തബ് മിനാർ ഗോപുരവും ഇരുമ്പ് തൂണുമാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത്. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്? പിസാ ഗോപുരം അല്ലേ? കുത്തനെ പണിതുവെങ്കിലും കാലക്രമേണ ചെരിഞ്ഞു പോയ പിസാ ഗോപുരമാണ് മൂന്നാമത്തെ ചിത്രത്തിൽ. അതായത് ഇത് നിർമ്മിച്ചത് സാധാരണ കെട്ടിടം കെട്ടുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ഗോപുരം, പിസാ ഗോപുരം ചെരിഞ്ഞു പോയി അല്ലേ? ഇനി നാലാമത്തെ ചിത്രം എന്താണ്? ചരിച്ചു വെട്ടിയ പലകകളും നിവർന്നും ചെരിഞ്ഞുമുള്ള കാലുകളും ചേർത്തുണ്ടാക്കിയ മേശയാണ് നിങ്ങൾ നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത്. സാധാരണ മേശയല്ല അല്ലേ? ചരിച്ചു വെട്ടിയ പലകകളും പിന്നെ നിവർന്നും ചെരിഞ്ഞിട്ടുള്ള കാലുകളൊക്കെ ചേർത്തിട്ടാണ് ഈ മേശ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവിൽ വരകൾ വരച്ചുള്ള ചിത്രങ്ങൾ വേണം. അതായത് ഇപ്പോൾ പാലമായി കഴിഞ്ഞാലും ഗോപുരമായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ നമ്മളുടെ വീടായി കഴിഞ്ഞാലും അല്ല ഒരു മേശയായി കഴിഞ്ഞാലും ഏത് വസ്തുവും നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ചിത്രങ്ങൾ വരക്കണം അല്ലേ? അതായത് അതിൻ്റെ അളവ് എത്രയാണ്, അതിൻ്റെ നീളം എത്രയാണ്, വീതി എത്രയാണ്, എത്ര അകലം വിട്ടിട്ടാണ് തൂണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചിത്രം വരച്ചിട്ട് അതിൻ്റെ പ്ലാൻ തയ്യാറാക്കണം. പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം വേണം നമ്മൾ ഏത് കെട്ടിടമായി കഴിഞ്ഞാലും പാലമായി കഴിഞ്ഞാലും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്, അതായത് ഇപ്പോൾ നമ്മളൊരു വീട് വീട് നിർമ്മിക്കുന്നതാണെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓരോ റൂമുകളും ഇങ്ങനെ ഒന്നെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ ചതുര ഷേപ്പിലായിരിക്കും. അതിൻ്റെ നീളവും വീതിയും ഒക്കെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കും വരച്ച് തുടങ്ങാം. നമ്മളിങ്ങനെ ഒരു പ്ലാൻ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. അതായത് നമ്മളൊരു ചതുരമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. എത്ര സെൻറ്റിമീറ്റർ നീളമാണ്? 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരമാണ് നിർമ്മിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു മേശയാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന മേശയുടെ നീളവും വീതിയും നമ്മൾ ആദ്യം ഒരു ഐഡിയ എടുക്കണം അല്ലേ? ഇത്ര നീളമുള്ള മേശയാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്, ഇത്ര വീതി വേണം അതിന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നത് ഒരു ചതുരമാണ്. 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചതുരം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ അളക്കുക. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് താഴത്തെ വശം എന്ത് ചെയ്യുക? വരക്കുക. ഇനി താഴത്തെ വശം വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ഒരു ഉപകരണം ഉണ്ടാകും ബോക്സിൽ, സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഇനി ഈ വരയുടെ നമ്മളിപ്പം വരച്ചല്ലോ, ഇങ്ങനെ നീട്ടത്തിൽ 5 സെൻറ്റിമീറ്റർ വരച്ചു അല്ലേ? ഇങ്ങനെ നീളത്തിൽ 5 സെൻറ്റിമീറ്റർ വരച്ചു അല്ലേ? അപ്പോൾ ഈ വരയുടെ ഒരറ്റത്ത് എന്ത് ചെയ്യണം? കുത്തനെ 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള വര നമ്മൾക്ക് വരയ്ക്കേണ്ടതുണ്ട് അല്ലേ? അതിനെന്ത് ചെയ്യുക? ജ്യാമിതി പെട്ടിയിൽ നമ്മുടെ ബോക്സിലെ ഒരു മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഇതിനെന്താണ് പറയുക? മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ. അതെന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ മൂലയിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക, ഇതിൻ്റെ ഈ സൈഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിലിങ്ങനെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് 3 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ കിട്ടിയല്ലേ? ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ പകുതി ചതുരമായി അല്ലേ? ഇനി എന്ത് ചെയ്യുക? താഴത്തെ വരയുടെ മറ്റേ അറ്റത്തും ഇതുപോലെ മട്ടം ഉപയോഗിച്ച് കുത്തനെ ഒരു വര 3 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരക്കുക. അതായത് ഈ വരയുടെ ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുക? ഈ സൈഡിലാണ് നമ്മൾ വരച്ചത്. ഇനി ഈ സൈഡിലും എന്ത് ചെയ്യുക? ഈ മട്ടം സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക? ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടി. ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും അതുപോലെ വര വരക്കുക. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. കുത്തനെയുള്ള 2 വരകളുടെയും മുകളറ്റങ്ങൾ എന്ത് ചെയ്യുക? ചേർത്ത് ഒരു വരയും കൂടി വരച്ചാൽ എന്തായി? ചതുരമായി അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? താഴെ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് വരച്ചു. എന്നിട്ട് ഈ സൈഡിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്തു? 3 സെൻറ്റിമീറ്റർ വരച്ചു. പിന്നെ എന്ത് ചെയ്തു? സെറ്റ് സ്ക്വയർ തിരിച്ച് പിടിച്ചിട്ട് ഈ സൈഡിൽ വരച്ചു. പിന്നെ ഇത് രണ്ടും തമ്മിൽ മുകളിൽ യോജിപ്പിച്ചു. ഇപ്പോൾ ഒരു ചതുരം കിട്ടിയല്ലേ നമ്മൾക്ക്? അപ്പോൾ നമ്മൾക്കൊരു സംശയം തോന്നിയല്ലേ? നമ്മൾ എന്ത് ചെയ്തു? താഴത്തെ വരയും അളന്നിട്ടാണ് വരച്ചത്. സൈഡിലത്തെ ഇടത് ഭാഗത്തെ വരയും അളന്നു, വലത് ഭാഗത്തെ വരയും അളന്നു. പക്ഷെ മുകളിലെ വര നമ്മൾ അളന്നിട്ടില്ല അല്ലേ? അതും 5 സെൻറ്റിമീറ്റർ തന്നെ ആകുമോ? അപ്പോൾ മുകളിലുള്ള വരയും 5 സെൻറ്റിമീറ്റർ തന്നെ ആകുമോ നമ്മൾ അളന്നിട്ടില്ലെങ്കിലും? അളന്ന് നോക്കൂ. ഒട്ടും ചരിയാതെയാണ് ഇടതും വലതും വശങ്ങൾ വരച്ചതെങ്കിൽ മുകളിലെ വശവും 5 സെൻറ്റിമീറ്റർ തന്നെയാകും. അതായത് നിങ്ങൾ ഈ സൈഡിലെ വരയും ഈ സൈഡിലെ വരയും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ശരിയാതെ കൃത്യമായിട്ടാണ് വരച്ചതെങ്കിൽ
നിങ്ങൾക്ക് അളക്കേണ്ട ആവശ്യമില്ല. ഇത് എത്ര തന്നെ ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. കാരണം താഴെയുള്ളത് 5 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അത് 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും, അതായത് ഈ ചിത്രം നിങ്ങൾ കണ്ടോ? ഈ ചിത്രത്തിൽ ഇപ്പോൾ സെറ്റ് സ്ക്വയർ വെച്ചത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണും. ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ഇവിടെ. അപ്പം സെറ്റ് സ്ക്വയർ വെച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് 5 സെൻറ്റിമീറ്റർ കുറച്ച് കൂടിയിട്ടുണ്ടാവും അല്ലേ? 5.1 ആയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ വ്യത്യാസം വരാത്ത രീതിയിൽ വേണം വരക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ അളവ് കൃത്യമാകൂ. ഇനി നമ്മൾ മറ്റൊരു രൂപമാണ് വരക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ വരച്ചത് എന്താണ്? ഇപ്പം നിർമ്മിച്ചത് ഒരു ചതുരാണ് അല്ലേ? താഴെ 5 സെൻറ്റിമീറ്റർ, ഒരു സൈഡിൽ 3 സെൻറ്റിമീറ്റർ, മറ്റേ സൈഡിൽ 3 സെൻറ്റിമീറ്റർ, മുകളിൽ 5 സെൻറ്റിമീറ്റർ, ഇങ്ങനെയുള്ള ഒരു ചതുരാണ് നിർമ്മിച്ചത്. ഇനി ഇതേ അളവ് വരുന്ന മറ്റൊരു രൂപം, അതായത് താഴെ 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി ഈ സൈഡ് അല്പം ചെരിച്ച് 3 സെൻറ്റിമീറ്റർ വരുന്ന സൈഡ് അല്പം ചെരിച്ച് വരക്കും. അതേ ചരിവ് തന്നെ ഇപ്പുറത്തെ സൈഡും ചെരിച്ച് വരക്കും. മുകളിൽ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള രൂപമാണ് നമ്മളിനി നിർമ്മിക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു വര നീട്ടി വരക്കുക. ആദ്യം ഒരു വര നിങ്ങൾ വെറുതെ സ്കെയിൽ വെച്ചിട്ട് നീട്ടി വരക്കുക. അളക്കേണ്ട ആവശ്യമില്ല. ഇടത്തെ അറ്റത്ത് നിന്ന് എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇടത്തെ അറ്റത്ത് നീളം കൂടിയ മട്ടം ചിത്രത്തിലേതുപോലെ വെച്ച് ഒരു വര വരക്കുക. നിങ്ങളിവിടെ ചിത്രം കാണുന്നുണ്ടല്ലേ? അപ്പം ഈ സൈഡിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബോക്സിൽ നിന്ന് ഇതുപോലെയുള്ള മട്ടം വേണം എടുക്കാൻ വേണ്ടി. നമ്മൾ ഫസ്റ്റിലെടുത്തത് എന്താണ്? മൂല 90 ഡിഗ്രി വരുന്ന ഇങ്ങനെയുള്ള മട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? അപ്പം മറ്റൊരു മട്ടം കൂടി, ഒരു സെറ്റ് സ്ക്വയർ കൂടി ഉണ്ടാകും. ഇതേപോലെ വരുന്ന സെറ്റ് സ്ക്വയർ, അതായത് നീളം കൂടിയ വശമുണ്ട് അതിന്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ നീളം കൂടിയ വശം ഇതുപോലെ നമ്മൾ വരച്ച വരയുണ്ടല്ലോ, വരച്ച വരക്ക് കണക്കായിട്ട്, അതായത് കണക്കായിട്ട് ഇതുപോലെ നിങ്ങൾ ഈ സെറ്റ് സ്ക്വയർ വെച്ച് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഈ സെറ്റ് സ്ക്വയറിൻ്റെ, അതായത് ഈ പോയിന്റിൽ കണക്കായിട്ട് വേണം സെറ്റ് സ്ക്വയർ ഇതുപോലെ വെക്കാൻ വേണ്ടി. ഇനി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് ചെരിച്ച് വെച്ചിട്ടാണ് ഉള്ളത് അല്ലേ? നീട്ടത്തിൽ എന്ത് ചെയ്യുക? നീളത്തിൽ വരച്ചു കൊടുക്കുക. ഇനി മട്ടം 5 സെൻറ്റിമീറ്റർ നിരക്കി നീക്കുക. അതായത് നമ്മളിപ്പോൾ മട്ടം ഇവിടെയാണ് ഉള്ളത് അല്ലേ? ലൈൻ വരച്ചു, ലൈൻ ഇങ്ങനെ നീളത്തിൽ വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ മട്ടം മെല്ലെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരിക. അതായത് മെല്ലെ ഈ ലൈന് കണക്കായിട്ട് വേണം, ലൈന് തെറ്റാൻ പാടില്ല. ഇങ്ങനെ നീക്കി കൊണ്ടുവന്നിട്ട് ഈ 5 സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അവിടെ കറക്റ്റായിട്ട് ആ പോയിന്റിൽ ഇതുപോലെ ചരിവെന്ന് നിങ്ങൾ അനക്കാനേ പാടില്ല. ഇതേ ചരിവിൽ വേണം നീക്കി കൊണ്ടുവരാൻ വേണ്ടി. കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു വര നീട്ടി വരക്കുക. ഇനി ചരിഞ്ഞ വരകൾ 2ലും 3 സെൻറ്റിമീറ്റർ നീളം അടയാളപ്പെടുത്തുക. നമ്മളിങ്ങനെ അളന്നിട്ടില്ല, നീട്ടി വരച്ചതാണ്. ഇനി എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിൽ തന്നെ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ടാവും അല്ലേ? അത് അവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ വരക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 3 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? വരച്ച് കഴിഞ്ഞതിന് ശേഷം സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. അപ്പം 3 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി ബാക്കിയുള്ള വരകൾ മായ്ച്ച് കളയുക. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ 2 വരകളും മായ്ച്ച് കളയുക. എന്നിട്ട് ഈ 2 അറ്റങ്ങളും ചേർത്ത് വരയ്ക്കുക. മായ്ച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ 2 അറ്റങ്ങളും ചേർത്ത് വരയ്ക്കുക. താഴത്തെ വരയുടെയും 5 സെൻറ്റിമീറ്റർ കവിഞ്ഞുള്ള ഭാഗം മായ്ച്ച് കളയാം. പിന്നെ ഇവിടെയും നമ്മൾ നീട്ടി വരച്ചിട്ടുണ്ട്, അതും നിങ്ങൾ മായ്ച്ച് കളയുക. അപ്പോൾ രൂപം എങ്ങനെ ഉണ്ടാകും? ഇതുപോലെ ഉണ്ടാകും അല്ലേ? ഇനി നിങ്ങൾ മുകളിലെ വശം അളന്ന് നോക്കൂ. മുകളിലെ വശം നമ്മൾ അളക്കാതെയാണ് വരച്ചത്. താഴെ നമ്മൾ 5 സെൻറ്റിമീറ്റർ അളന്നു. പിന്നെ സെറ്റ് സ്ക്വയർ വെച്ച് ചെരിച്ച് 3 സെൻറ്റിമീറ്റർ വര വരച്ചു. ഇവിടെയും 3 സെൻറ്റിമീറ്റർ വരച്ചു. മുകളിൽ ജോയിൻ ചെയ്തു അല്ലേ? അപ്പോൾ ഈ ജോയിൻ ചെയ്ത വരയും എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ, അതായത് ഈ സെറ്റ് സ്ക്വയർ വെച്ച അതേ ചെരിവിൽ തന്നെ ഈ വരയും വരയ്ക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മുകളിൽ 5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് കിട്ടൂ. ചരിവ് മാറിപ്പോയെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ മുകളിലെ വരയുടെ അളവും മാറിപ്പോകും. ഇനി മട്ടത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിച്ച മൂലയ്ക്ക് പകരം മറ്റേ മൂല ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. അതായത് നമ്മളിപ്പോൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട്, അതായത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ മൂല വെച്ചാണ് ഈ മൂല വെച്ചാണ് വരച്ചത്. ഇനി ഇപ്പുറത്തെ മൂല വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വരക്കാം. അപ്പം എന്ത് കിട്ടും? ഇതുപോലുള്ള രൂപം കിട്ടും അല്ലേ? അതായത് ചെരിവിൻ്റെ അളവ്, കോണളവ് മാറും അല്ലേ? പിന്നെന്താണ്? അളവെല്ലാം സെയിം തന്നെയാണ്. 5 സെൻറ്റിമീറ്റർ, മുകളിലും 5 സെൻറ്റിമീറ്റർ, ഇവിടെ സൈഡ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്ററിൻ്റെ മാർക്ക് ചെയ്തിട്ട് വരക്കുക. അളവ് സെയിം ആയിരിക്കും, പക്ഷേ രൂപത്തിന് മാറ്റം ഉണ്ടാകും അല്ലേ? ഇനി മറ്റേ മട്ടത്തിൻ്റെ ഒരു മൂല ഉപയോഗിച്ച് ഇങ്ങനെ വരക്കാം. നമ്മൾ ആദ്യം വെച്ച 90 ഡിഗ്രി വരുന്ന മട്ടം ഉണ്ടല്ലോ, അതിൻ്റെയും മറ്റേ മൂല വെച്ചിട്ട് ഇതുപോലെ രൂപം വരക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ 4 രൂപങ്ങൾ വരച്ചു അല്ലേ. ആദ്യം എന്ത് ചെയ്തു, സെറ്റ് സ്ക്വയറിൻ്റെ അതായത് ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ 90 ഡിഗ്രി മൂല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചതുരം വരച്ചു അല്ലേ. ഇനി രണ്ടാമത് എന്താണ് ചെയ്തത്, സെറ്റ് സ്ക്വയർ മാറ്റിയെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെയുള്ള സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതുപോലെയുള്ള രൂപം നിർമ്മിച്ചു അല്ലേ. പിന്നെ മൂന്നാമത് മറ്റേ മൂല വെച്ചിട്ട് ഇതുപോലുള്ള രൂപം വരച്ചു. ഇനി 90 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ തന്നെ മറ്റേ മൂല വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള രൂപവും നിർമ്മിച്ചു. അപ്പം മൊത്തം നമ്മൾ 4 രൂപങ്ങൾ ഉണ്ടാക്കി അല്ലേ. ഇനി ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. മുമ്പ് വരച്ച ചിത്രത്തിൽ വലതുവശം മാത്രം അല്പം ചരിച്ചപ്പോൾ മുകളിലെ വശത്തിൻ്റെ നീളം മാറി. അതായത് നമ്മൾ ഫസ്റ്റിൽ വരച്ച സമയത്ത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് എന്താണ്, ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ അളവ് കുറച്ച് മാറിയപ്പോൾ ഇവിടെ 5.1 സെൻറ്റിമീറ്റർ ആയി മാറി അല്ലേ. പക്ഷെ നമ്മളിപ്പം ഈ സെറ്റ് സ്ക്വയർ ചെരിച്ചാണ് നമ്മൾ രണ്ടാമത് വരച്ചത് അല്ലേ. അപ്പം ഒരേ അളവിൽ തന്നെ നമ്മൾ ചെരിഞ്ഞ് വരച്ചപ്പോഴേ എന്ത് ചെയ്തു, മുകളിലെ വശത്തിൻ്റെ അളവ് മാറിയോ, ഇല്ല അല്ലേ. അതായത് ഒരേ ചെരിവ് തന്നെ നമ്മൾ രണ്ട് സൈഡിലും ചെരിവ് എടുത്തു അല്ലേ. ഒരു സൈഡിൽ മാത്രമല്ല ചെരിച്ചത്. അപ്പോൾ മുകളിലും എന്ത് ചെയ്തു, 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. ഇനി എല്ലാ ചിത്രങ്ങളിലും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടിയത്, അളവൊന്നും മാറിയിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുവശങ്ങളും എങ്ങനെ ചരിച്ചാലും നീളം മാറാതിരിക്കുമോ. അപ്പോൾ നമ്മളിപ്പോൾ ചരിച്ച് വരച്ചപ്പോഴേ നീളം മാറിയില്ല അല്ലേ, 5 സെൻറ്റിമീറ്റർ തന്നെയാണ് മുകളിലും കിട്ടിയത്. ഇനി എങ്ങനെ ചരിച്ചാലും നീളം മാറാതിരിക്കുമോ, അത് നമ്മൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ സ്കെയിൽ വെച്ച് 5 സെൻറ്റിമീറ്റർ വര വരയ്ക്കുകയാണ്. അപ്പം 5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇതുപോലെയുള്ള സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ പോയിന്റിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഇതേ ചെരിവിൽ ഇങ്ങോട്ടേക്ക് നീക്കി കൊണ്ടുവരുന്നില്ല അല്ലേ. ഇതേ ചെരിവിൽ നീക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വരച്ചാൽ മാത്രമേ മുകളിലെ വരെയും എത്ര കിട്ടൂ, 5 സെൻറ്റിമീറ്റർ കിട്ടൂ അല്ലേ. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ സെറ്റ് സ്ക്വയർ നേരെ തിരിച്ച് പിടിച്ച്, അതായത് ഇതിൻ്റെ ചെരിവ് ഇങ്ങനെ വന്നു അല്ലേ, ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ഇവിടെയും ഇങ്ങനെ അളന്ന് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടി, ഇവിടെയും 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് 5 സെൻറ്റിമീറ്റർ ഉണ്ടാകുമോ, ഇല്ല അല്ലേ, അളവ് കുറവായിരിക്കും അല്ലേ. ഇനി ഇതിൻ്റെ ഇടതും വലതും വശങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടി നീട്ടി വരച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, ഇതിവിടെ പോയി മുട്ടും അല്ലേ. ഇങ്ങനെ ഒരു ത്രികോണമായിട്ട് മാറുകയാണ് ചെയ്യുക. ത്രികോണത്തിൻ്റെ ചെരിഞ്ഞ വശങ്ങൾ അളന്നു. ഇനി സ്കെയിലും മട്ടങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ ഈ ചിത്രങ്ങൾ, താഴെ കാണുന്ന ചിത്രങ്ങളൊക്കെ വരച്ച് നോക്കുക. ചുവടെയുള്ള ചിത്രങ്ങളിലെ വരകളുടെ എല്ലാം നീളം 3 സെൻറ്റിമീറ്റർ ആണ്. അവയെല്ലാം വരച്ച് നിറം കൊടുക്കുക. ആദ്യം ഒരു സമചതുരാണ് ഉള്ളത് അല്ലേ. സമചതുരം എന്നാൽ എല്ലാ വശങ്ങളും ഒരുപോലെ ആയിരിക്കും, ഒരേ അളവായിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മട്ടം എടുത്തിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ഇപ്പുറത്തെ സൈഡിൽ മട്ടം തിരിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മുകളിലെ വര യോജിപ്പിക്കുക. അപ്പോൾ 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ. ഇനി ഇത് വരക്കാൻ വേണ്ടി രണ്ടാമത്തെ ചിത്രം വരക്കാൻ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ച് 3 സെൻറ്റിമീറ്റർ വരക്കുക. ഇനി എന്ത് ചെയ്യുക, മട്ടത്തിൻ്റെ അതായത് മട്ടം മാറ്റിയെടുക്കുക അല്ലേ, സെറ്റ് സ്ക്വയർ മാറ്റിയെടുക്കുക. ഈ അളവിൽ അതായത് ഏറ്റവും ചെറിയ കോണ അളവ് വരുന്ന സെറ്റ് സ്ക്വയർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ 3 സെൻറ്റിമീറ്റർ ചരിച്ച് വരക്കുക. ഇതുപോലെ 3 സെൻറ്റിമീറ്റർ ഇപ്പുറത്തെ പോയിന്റിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, ചെരിവ് മാറ്റാതെ നീക്കി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഇത് വരക്കാൻ എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ വര വരക്കുക. സെറ്റ് സ്ക്വയർ മാറ്റിയെടുക്കുക. ഈ പോയിന്റിൽ വെച്ചിട്ട് മൂലയിൽ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മൂല മാറ്റാതെ നീക്കി നിരക്കി കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഇവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, യോജിപ്പിക്കുക. ഇനി ഇത് വരക്കാനും അതുപോലെ തന്നെ മറ്റേ സെറ്റ് സ്ക്വയർ 90 ഡിഗ്രി സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ മൂല എടുക്കുക അല്ലേ. ഇതുപോലെ ഈ പോയിന്റിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. വര മാറ്റാതെ എന്ത് ചെയ്യുക, അതായത് ചെരിവ് മാറ്റാതെ നീക്കി കൊണ്ടുവന്ന് ഇവിടെയും മാർക്ക് ചെയ്യുക, യോജിപ്പിക്കുക. ഇനി ത്രികോണമാണ്. ത്രികോണം വരക്കാൻ എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരക്കുക. സെറ്റ് സ്ക്വയർ മട്ടം എടുത്തിട്ട് ഈ അളവിൽ വരുന്ന മട്ടം എടുത്ത് ഇവിടെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. മട്ടം നീക്കി, അതായത് നീക്കി കൊണ്ടുവരാൻ പാടില്ല, ചെരിവ് മാറ്റാതെ നീക്കാൻ പാടില്ല. മട്ടം നേരെ തിരിച്ച് പിടിച്ച് എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് അതേ കോണിൽ ഇതേ കോണ് അതായത് തിരിച്ച് പിടിച്ച് ഇവിടെ വരച്ച് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഇവിടെ യോജിപ്പിക്കുക അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ആദ്യത്തെ ചിത്രം പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരച്ച് രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ നിറം കൊടുക്കാനാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം ഇതാണ്. ഇതെങ്ങനെ വരക്കാം, ആദ്യം
ഒരു ചതുരം വരക്കണം അല്ലേ. 5 സെൻറ്റിമീറ്റർ നീളമാണ്. അപ്പം സ്കെയിൽ വെച്ചിട്ട് ആദ്യം 5 സെൻറ്റിമീറ്റർ വരക്കുക. ഇവിടെ മട്ടം വെച്ചിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ഇപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യുക, മട്ടം വെച്ച് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, യോജിപ്പിക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ വെച്ചിട്ട്, അതായത് ഇതുപോലെ വരുന്ന സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി മൂല മാറ്റാതെ നീക്കി കൊണ്ടുവന്ന്, സെറ്റ് സ്ക്വയർ മൂല മാറ്റാൻ പാടില്ല, നീക്കി കൊണ്ടുവന്ന് അതേ അളവ് 3 സെൻറ്റിമീറ്റർ ഇവിടെയും മാർക്ക് ചെയ്യുക. ഇത് ജോയിൻ ചെയ്യുക. 5 സെൻറ്റിമീറ്റർ ഉണ്ടാകും. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്ക് തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ വരയുണ്ടല്ലോ, ഈ വര, അതായത് ഈ പോയിന്റിൽ സെറ്റ് സ്ക്വയർ, ഇതുപോലെ വരുന്ന സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി അതേ അളവിൽ നിരക്കി കൊണ്ടുവന്ന് ഇപ്പുറത്തെ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്യുക. ഇത് തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഇനി മൂന്നാമത്തേതൊരു സമചതുര കട്ടയാണ്, ക്യൂബാണ് അല്ലേ. എല്ലാ അളവുകളും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അളവ് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. നമുക്കിവിടെ 3 സെൻറ്റിമീറ്റർ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. 5 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാം 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ നീളമുള്ള വരയാണ് വരക്കുന്നത്. 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് വരച്ചു. ഇനി എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ മട്ടം എടുക്കുക. ബോക്സിൽ നിന്ന് മട്ടം എടുത്ത് 90 ഡിഗ്രി വരുന്ന മട്ടം എടുത്ത് 90 ഡിഗ്രി മൂല വരുന്ന മൂല ഇവിടെ വച്ചിട്ട് എന്ത് ചെയ്യുക, കുത്തനെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ തിരിച്ചു പിടിക്കുക. അതായത് ഈ 90 ഡിഗ്രി ഇതുപോലെ വരുന്ന മൂല എന്ത് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെച്ച് കൊടുത്ത് മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ടാണ് മൂല വെച്ചതെങ്കിൽ നിങ്ങൾക്ക് മുകളിലെ അളവ് കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റർ കിട്ടും. മൂല അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അളവ് മാറിപ്പോകും. ഇനി എന്ത് ചെയ്യുക, മുകളിലത്തെ ഈ പോയിന്റിൽ, ഇവിടെ ഈ പോയിന്റിൽ മറ്റേ സെറ്റ് സ്ക്വയർ എടുത്ത് മട്ടം ബോക്സിൽ നിന്ന് എടുത്ത് ഇതുപോലെ വരുന്ന മട്ടം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 3 സെൻറ്റിമീറ്റർ വരക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ സെറ്റ് സ്ക്വയർ തിരിച്ചു പിടിക്കാൻ പാടില്ല, അതുപോലെ നീക്കിക്കൊണ്ടുവന്ന് അതേ അളവ് 3 സെൻറ്റിമീറ്റർ ഇവിടെയും മാർക്ക് ചെയ്യുക, യോജിപ്പിക്കുക. ഇനി നോട്ട്ബുക്ക് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം വരക്കാൻ സൗകര്യത്തിന് വേണ്ടി. ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ വരുന്ന സെറ്റ് സ്ക്വയർ എടുത്ത് എന്ത് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി അതേ ചെരിവ് നീക്കാതെ തന്നെ സെറ്റ് സ്ക്വയർ നീക്കി കൊണ്ടുവന്ന് ഇപ്പുറത്തെ മൂലയിലും വെച്ച് എന്ത് ചെയ്യുക, ഇവിടെയും 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, യോജിപ്പിക്കുക. അപ്പോൾ ഇതൊരു ക്യൂബായി അല്ലേ, സമചതുര കട്ടയായി. ഓക്കെ. ഇനി വട്ടക്കണക്ക്. വട്ടം വരക്കാൻ എളുപ്പമല്ലേ. നാണയമോ കുപ്പിയുടെ അടപ്പോ ഉപയോഗിച്ച് നമ്മൾ ചെറുവട്ടങ്ങൾ വരക്കാറുണ്ട്. വട്ടം നമ്മൾക്ക് അറിയാമല്ലോ, എന്താണ് വട്ടം, അതായത് ഇങ്ങനെയുള്ള രൂപമാണ് വട്ടം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വട്ടങ്ങൾ വരക്കണമെന്ന് നമ്മൾ സാധാരണ എങ്ങനെയാണ് വരക്കാറ്, കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ പിന്നെന്ത് പാത്രങ്ങളോ അല്ലെങ്കിൽ വളയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വട്ടം വരക്കാറുണ്ട് അല്ലേ. ഇനി നമുക്ക് കൃത്യമായിട്ടുള്ള അളവിലുള്ള വട്ടം വരക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആരമുള്ള, ആരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പോയിന്റ്, ഈ പോയിന്റിൽ അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം, ഇതെല്ലാ ദൂരവും എത്രയായിരിക്കും, ഈ പോയിന്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി അപ്പം ഇത് 4 സെൻറ്റിമീറ്റർ ആരമുള്ള വട്ടമാണ്, ഇങ്ങനെ ഒരളവ്. ഇനിയിപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ഉള്ള കുറച്ച് വലിയൊരു വട്ടം വേണമെങ്കിൽ ആ അളവിൽ നമ്മൾക്ക് വരക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണെന്ത്, കോമ്പസ്. അത് നമ്മുടെ ബോക്സിലുണ്ട്, നമ്മുടെ ജാമിതിപ്പെട്ടിയിലുണ്ട്. അപ്പോൾ ഈ കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ വട്ടം വരക്കുന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾ ബോക്സിൽ നിന്ന് കോമ്പസ് എടുക്കുക. എന്നിട്ട് അതിൽ പെൻസിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, പെൻസിലിൻ്റെ മുനയും കോമ്പസിൻ്റെ മുനയും ഒരേ ലെവലിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ കുത്തി വെച്ചിട്ട് ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് പെൻസിൽ ഒരളവിലെടുത്തിട്ട് എന്ത് ചെയ്യുക, കോമ്പസ് അമർത്തി കുത്തി വെക്കുക, നീക്കാൻ പാടില്ല. പിന്നെ ആ പോയിന്റ് നീക്കാൻ പാടില്ല. അവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വട്ടം വരച്ച് തുടങ്ങാം അല്ലേ. ഇങ്ങനെ വട്ടം വരച്ച് തുടങ്ങി പിന്നെ തുടങ്ങിയ പോയിന്റിൽ തന്നെ അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മൾക്കിതൊരു വട്ടമായിട്ട് കിട്ടുമല്ലേ. വട്ടം വരക്കാൻ കോമ്പസിൻ്റെ മുന ഒരു സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുകയും പെൻസിലിൻ്റെ മുന അതിന് ചുറ്റും കറക്കുകയും ആണല്ലോ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, പെൻസിലിൻ്റെ മുന കോമ്പസിൻ്റെ മുന ഒരു സ്ഥാനത്ത് ഉറപ്പിച്ച് അമർത്തി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, പെൻസിലിൻ്റെ മുന അതിന് ചുറ്റും കറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പെൻസിലിൻ്റെ മുന ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുന്നത്. പെൻസിൽ മുന കോമ്പസ് മുനയിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അപ്പോൾ ഇതിനെ കണക്കിൻ്റെ ഭാഷയിൽ നമ്മൾക്ക് എങ്ങനെ പറയാം, ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന്, അതായത് നടുക്കുള്ള ബിന്ദു ഒരു ബിന്ദുവാണല്ലേ, ഒരു കുത്താണല്ലേ. ഈ ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിൻ്റെ പാത, ഈ ബിന്ദു ഈ കുത്തി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് വൃത്തം. വൃത്തം എന്നത് വട്ടത്തിന് കണക്ക് ഭാഷയിൽ പറയുന്ന പേരാണെന്ത്, വൃത്തം എന്നാണ് പറയുക. അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ബിന്ദുവിന് എന്ത് പറയും, വൃത്തകേന്ദ്രം എന്ന് പറയും.
ഇനി എന്താണ്? അനങ്ങാത്ത ബിന്ദുവും കറങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലം വൃത്തത്തിൻ്റെ ആരം. ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, വൃത്തത്തിൻ്റെ ആരം എന്നാൽ എന്താണ്? ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ നിന്ന് നമ്മളിപ്പം ഒരു വൃത്തം വരക്കാൻ വേണ്ടി എടുക്കുന്ന ദൂരം ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ്, അതായത് ഈ ബിന്ദുവിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം, ഇതാണ് ആരം. ഇനി നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് എത്ര അളവ് വരുന്ന വൃത്തം വേണമെങ്കിലും വരക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 4 സെൻറ്റിമീറ്റർ ആരമായ വട്ടം നമ്മൾക്ക് എങ്ങനെ വരക്കാം? ആദ്യം കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ ഇതുപോലെ അളന്നെടുക്കുക. അതായത് ഒരു സ്കെയിലിൻ്റെ 0-ൽ കോമ്പസിൻ്റെ മുന വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പെൻസിൽ 4 സെൻറ്റിമീറ്ററിലേക്ക് നീട്ടി വെക്കുക. ഇപ്പോൾ കോമ്പസിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ അളന്നെടുത്തു അല്ലേ. ഇനി എന്ത് ചെയ്യുക? ഈ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് 4 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തമാണ് നമ്മൾക്ക് വരയ്ക്കേണ്ടത്. കോമ്പസിൻ്റെ മുന ഒരു പോയിന്റിൽ കുത്തി വെക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ പെൻസിൽ എവിടെയാണ് ഉണ്ടാവുക? ഈ 4 സെൻറ്റിമീറ്റർ ആരം, അതായത് ഈ ദൂരത്തിലാണ് പെൻസിലിൻ്റെ മുന ഉണ്ടാവുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? പെൻസിലിൻ്റെ മുന ഇങ്ങനെ സഞ്ചരിക്കും അല്ലേ, ഇങ്ങനെ വട്ടത്തിൽ ഓരോ പോയിന്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനൊരു വൃത്തമായിട്ട് മാറും അല്ലേ. ഇപ്പോൾ ഇതൊരു 4 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തമായി. ഇതുപോലെ നമ്മൾക്ക് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എത്ര അളവ് വരുന്ന, ഇനിയിപ്പോൾ 2.1 സെൻറ്റിമീറ്റർ എത്ര അളവ് വരുന്ന വൃത്തം വേണമെങ്കിലും നമ്മൾക്ക് വരക്കാം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സ്കെയിലിൽ അളന്നെടുക്കണം അല്ലേ. ആദ്യം ഇതിൻ്റെ ആരം അളന്നെടുത്തിട്ട് അതിനനുസരിച്ച് വരുന്ന വൃത്തം നമ്മൾക്ക് വരക്കാം. ഇനി നമുക്ക് പല വട്ടങ്ങൾ വരച്ചിട്ട് ചിത്രം വരയ്ക്കുന്നത് നോക്കാം. ആദ്യം ഈ മോഡലുള്ള ചിത്രം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ വരക്കാം? ഫസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു വര വരക്കുക. അതായത് ഞാനിപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഈ വരയുടെ ലെഫ്റ്റ് ഭാഗത്ത് ആദ്യം കോമ്പസിൻ്റെ മുന കുത്തുക. ലെഫ്റ്റ് ഭാഗത്ത് കോമ്പസിൻ്റെ മുന കുത്തിയിട്ട്, ഇപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരം 3 സെൻറ്റിമീറ്റർ ആണല്ലേ, ലെഫ്റ്റ് ഭാഗത്ത് കുത്തിയിട്ട് അപ്പം പെൻസിലിൻ്റെ മുന ഇവിടെ ഉണ്ടാകും. എന്ത് ചെയ്യുക? ഇങ്ങനൊരു വൃത്തം വരക്കുക. ഇനി എന്ത് ചെയ്യുക? പെൻസിലിൻ്റെ മുന ഈ വരയുടെ വലത്ത് ഭാഗത്ത് കുത്തുക. വലത് ഭാഗത്ത്, അതായത് ഈ പോയിന്റിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക? അതായത് പെൻസിലിൻ്റെ മുന ഇവിടെ വരും അല്ലേ. എന്നിട്ട് മറ്റൊരു വൃത്തം കൂടി വരക്കുക. അപ്പോൾ ഇത് നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ വട്ടങ്ങൾ അതായത് ഇതുപോലെ ആക്കുക. അതായത് എങ്ങനെയാണ് ഇതുപോലെ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതായത് ഈ വൃത്തങ്ങൾ കൂടിച്ചേരുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഈ വൃത്തങ്ങൾ കൂടിച്ചേരുന്ന പോയിൻറ്റ്സിലേക്ക് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരക്കുക, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരക്കുക, ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് വരക്കുക, പിന്നെ ഇവിടത്തേക്ക് വരക്കുക. അപ്പോൾ ഞാൻ വരച്ചതുപോലെയല്ല, നിങ്ങൾ സ്കെയിൽ വെച്ച് വൃത്തിയായിട്ട് വരക്കുക. എല്ലാം ഒരേ അളവായിരിക്കും, ഒരേ അളവുള്ള ഒരേ നീളമുള്ള ത്രികോണങ്ങളായിരിക്കും കിട്ടുക. ഇനി ഇതിന് ഇതുപോലെ ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഇനി നമുക്ക് ഈ രൂപം വൃത്തങ്ങൾ ഉപയോഗിച്ച് ഈ രൂപം, അതായത് ഒരു ഫ്ലവറാണ്, ഒരു പൂവാണ് അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. ഇതെങ്ങനെ വൃത്തങ്ങൾ ഉപയോഗിച്ച് വൃത്തങ്ങൾ വരച്ചിട്ട് ഉണ്ടാക്കിയതാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതുപോലെ 2 വൃത്തങ്ങൾ വരക്കുക. അതായത് നമ്മളിപ്പോൾ വരച്ചത് തന്നെയാണ്. ഇപ്പോൾ 2 വൃത്തങ്ങൾ വരച്ചല്ലോ. 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. 3 സെൻറ്റിമീറ്ററിന് ആകണമെന്നില്ല, 2 സെൻറ്റിമീറ്റർ എടുക്കാം, 4 സെൻറ്റിമീറ്റർ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ എടുത്തു. 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇതിൻ്റെ ഇടത് ഭാഗത്ത് കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു അല്ലേ. ഏത് സർക്കിളാണ്? ഈ സർക്കിൾ വരച്ചു അല്ലേ. ഇനി എന്ത് ചെയ്തു? ഇതിൻ്റെ വലത് ഭാഗത്ത് കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സർക്കിളും വരച്ചു. അങ്ങനെ 2 സർക്കിൾ വരച്ചു. ഇനി അപ്പം ഈ ഒരു സർക്കിൾ വരച്ചു, ഈ ഒരു സർക്കിളും വരച്ചു. ഇനി മൂന്നാമതൊരു സർക്കിൾ കൂടി ഇതുകൂടി വരക്കാനുണ്ട്. അതെങ്ങനെ ചെയ്യാം? അതായത് ഇതാണ് നമ്മളിപ്പോൾ വരച്ച 3 സെൻറ്റിമീറ്റർ നീളമുള്ള വര അല്ലേ. 3 സെൻറ്റിമീറ്റർ ആരമുള്ള 2 വൃത്തങ്ങളാണ് വരച്ചത്. ഇനി 3 സെൻറ്റിമീറ്റർ തന്നെ ആരമുള്ള ഒരു വൃത്തം കൂടി വരക്കണം. അപ്പം എന്ത് ചെയ്യുക? ഈ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് നീട്ടി വരക്കുക. അതായത് 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ നീട്ടി വരക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഈ വൃത്തം കൂടി വരക്കുക. എന്നിട്ട് അതായത് ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന 6 പോയിൻറ്റ്സ് ഉണ്ടാകും. ഈ 6 പോയിൻറ്റ്സിലേക്ക് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ യോജിപ്പിക്കുക. 1, 2, 3, 4, 5, 6. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ ഒരു പകുതി വൃത്തം വരക്കുക. ഇനി ഈ പോയിന്റിൽ, അതായത് ഒരു പോയിന്റ് വിടുക, ഈ പോയിന്റിൽ കുത്തേണ്ടതില്ല, ഈ പോയിന്റിൽ കുത്തേണ്ടതില്ല, അടുത്ത കുത്തേണ്ടത് ഈ പോയിന്റിലാണ്. കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു പകുതി വൃത്തം വരക്കുക. നെക്സ്റ്റ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു പകുതി വൃത്തം വരക്കുക. ഇനി അടുത്ത ടേണിൽ, അതായത് ഇപ്പം നമ്മൾ വരച്ചത് ഒന്ന് ഇത് വരച്ചു, പിന്നെ ഏതാണ്? ഒന്ന് ഇത് വരച്ചു, നെക്സ്റ്റ് ഒന്ന് ഇത് വരച്ചു അല്ലേ.
ഇനി നമ്മൾ അതായത് ഇപ്പോൾ ഇവിടെയൊക്കെയാണ് കുത്തിയത്. ഇനി കുത്താത്ത പോയിന്റിൽ കോമ്പസ് കുത്തുക. അതായത് ഫസ്റ്റിൽ ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, അതായത് ഈ കറക്റ്റ് സെൻറ്ററിലൂടെ 2 പോയിന്റിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരക്കുക. ഇനി എന്ത് ചെയ്യുക, ഈ സെൻറ്ററിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരക്കാം. ഇനി ഈ സെൻറ്ററിൽ കുത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരക്കുക. അപ്പോൾ എന്തായി, ഇതുപോലെയുള്ളൊരു ഫ്ലവർ നിങ്ങൾക്ക് കിട്ടും. ഞാനൊന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റിൽ ഈ സെൻറ്ററിൽ കുത്തി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു. നെക്സ്റ്റ് ഈ സെൻറ്ററിൽ കുത്തി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു. നെക്സ്റ്റ് ഈ സെൻറ്ററിൽ കുത്തി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു. ഇനി അടുത്തത് ഈ സെൻറ്ററിൽ കുത്തി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു. നെക്സ്റ്റ് ഈ സെൻറ്ററിൽ കുത്തി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരച്ചു. നെക്സ്റ്റ് ഈ സെൻറ്ററിൽ കുത്തി ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഇപ്പോൾ ഇതുപോലുള്ള ഒരു ഫ്ലവർ കിട്ടിയല്ലേ. ഇനി ഇതിന് ഇതുപോലെ ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളോട് ഈ ചിത്രങ്ങളൊക്കെ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റിൽ ഒന്നാമത്തെ ചിത്രം വരക്കാം. ഒന്നാമത്തെ ചിത്രം വരക്കാനായിട്ട് നമ്മൾക്കൊരു സമചതുരം വേണം അല്ലേ, ഒരു സമചതുരം വേണം. അപ്പോൾ സമചതുരം നമ്മൾ വരയ്ക്കണം. ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വശങ്ങളുടെ സമചതുരമാണ് വരക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് വരക്കാം. എല്ലാ വശങ്ങളും സമചതുരമാകുമ്പോൾ എല്ലാ വശങ്ങളും ഒരേ അളവായിരിക്കണം. 3 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഞാനിവിടെ 4 സെൻറ്റിമീറ്ററാണ് വരക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ സ്കെയിൽ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു വര വരച്ചു. ഇനി ബോക്സിൽ നിന്ന് മട്ടം അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ, മട്ടത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്തു, അതായത് സെറ്റ് സ്ക്വയർ എങ്ങനെയുള്ള സെറ്റ് സ്ക്വയർ ആണ് എടുക്കേണ്ടത്, 90 ഡിഗ്രി അളവ് വരുന്ന, അതായത് ഇതുപോലെയുള്ള സെറ്റ് സ്ക്വയർ ഉണ്ടാകും നിങ്ങളുടെ ബോക്സിൽ, അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ലൈനിൽ ഇങ്ങനെയാണ് സെറ്റ് സ്ക്വയർ വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ഈ സെറ്റ് സ്ക്വയർ തന്നെ തിരിച്ച് വെക്കുക. ഈ സൈഡിൽ ഇങ്ങനെ തിരിച്ച് വെക്കുക. അതായത് 90 ഡിഗ്രി ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വെക്കുക. ഇവിടെയും നിങ്ങൾ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുക. അതായത് ഫസ്റ്റിൽ 4 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടുന്ന് സെറ്റ് സ്ക്വയർ ഇവിടെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെയും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ യോജിപ്പിച്ചു അല്ലേ, ഒരു സമചതുരമായി. 4 സെൻറ്റിമീറ്റർ വശങ്ങളുടെ സമചതുരമായി. ഇനി ഇതിൻ്റെ അതായത് ഓരോ വരയുടെയും നടുഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ പകുതി 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. 2 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നടുക്ക് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോമ്പസിൽ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇവിടെ കുത്തിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ കുത്തിയിട്ട് ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. ഇവിടെ കുത്തിയിട്ട് ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, നമ്മൾ 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തു അല്ലേ. സ്കെയിലിൽ 0 നും 2 വരുന്നത് വരെ നമ്മൾ കോമ്പസിൽ അളന്നെടുക്കണം. ആ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഈ ഒരു വൃത്തത്തിൻ്റെ ഭാഗം വരയ്ക്കുക. ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഭംഗിയായിട്ട് കളർ ചെയ്യുക. ഇനി രണ്ടാമത്തെ ചിത്രം വരയ്ക്കാനായിട്ട്, രണ്ടാമത്തെ ചിത്രം എങ്ങനെയാണ്, ഒരു സമചതുരം അല്ലേ, അതിൻ്റെ അകത്ത് ഒരു വൃത്തം, പിന്നെ അതിൻ്റെ അകത്ത് ഒരു സമചതുരം, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒരു സമചതുരം തന്നെ ആദ്യം വരക്കാം. ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വശങ്ങളുടെ സമചതുരം തന്നെയാണ് വരക്കുന്നത്. അപ്പം ആദ്യം ഒരു വര വരച്ചു. 4 സെൻറ്റിമീറ്റർ അളവുള്ള ഒരു ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്തു, 90 ഡിഗ്രി അളവ് വരുന്ന സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇവിടെയും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. മുകളിൽ തമ്മിൽ യോജിപ്പിച്ചു. ഇതൊരു 4 സെൻറ്റിമീറ്റർ വശങ്ങളുടെ സമചതുരമായി. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ഒന്നെങ്കിൽ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പസ് കുത്തിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇവിടത്തേക്ക് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്യുക. ഇതിൻ്റെ നടുഭാഗവും മാർക്ക് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടണം, എന്നാൽ മാത്രമേ വൃത്തം വരക്കാൻ പറ്റൂ അല്ലേ. വൃത്തം വരക്കണമെങ്കിൽ നമ്മൾക്കൊരു നടുഭാഗം കിട്ടണം അല്ലേ. ഈ നടുഭാഗം കിട്ടാനായിട്ട് ഇതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ വരക്കുക, ഇതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ വരക്കുക. അപ്പോൾ നടുഭാഗം നമ്മൾക്ക് കിട്ടി. ഇനി ഈ നടുഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ സർക്കിള് വരക്കുക. ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കുക. ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഇതും തമ്മിൽ യോജിപ്പിക്കുക. അതായത് ഫസ്റ്റിലൊരു സമചതുരം വരച്ചു. എന്നിട്ട് ഇതിൻ്റെ പകുതിയൊക്കെ മാർക്ക് ചെയ്ത്, ഞാൻ ആദ്യമേ കാണിച്ചു തരുന്നതാണ്. പകുതി മാർക്ക് ചെയ്തു. സെൻറ്റർ കിട്ടാനായിട്ട് എന്ത് ചെയ്തു,
ഇങ്ങനെ വരച്ചു. ഇപ്പം നമ്മൾക്ക് സെൻറ്റർ കിട്ടി. സെൻറ്ററിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ നമ്മൾ വൃത്തം വരച്ചു. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക്, അതായത് ഞാൻ വരച്ചത് ശരിയായില്ല, നിങ്ങൾ കറക്റ്റ് പോയിന്റിൽ കോമ്പസ്, അതായത് ഈ പോയിന്റിലൊക്കെ ടച്ച് ചെയ്യണം. സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരയ്ക്കുക നിങ്ങൾ. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് സമചതുരത്തിൻ്റെ അളവ് ശരിയായില്ലെങ്കിൽ വൃത്തം കറക്റ്റായിട്ട് മുട്ടില്ല. ഇപ്പം ഞാൻ വരച്ച സമയത്ത് മുട്ടാതിരിക്കാൻ കാരണം ഇത് എല്ലാ വശങ്ങളുടെയും അളവ് ഒരുപോലെയല്ല വരുന്നത്, അതുകൊണ്ടാണ് സർക്കിൾ മുട്ടാത്തത്. നിങ്ങൾ കറക്റ്റായിട്ട് അളന്നിട്ട് വേണം വരയ്ക്കാൻ വേണ്ടി. ഇനി ഇവിടുന്ന് ഈ പോയിന്റിലേക്ക്, അതായത് സർക്കിളിൻ്റെ ഈ പോയിന്റും ഇവിടെ ടച്ച് ചെയ്യും, അത് മാർക്ക് ചെയ്യുക. സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. ഇവിടുന്ന് ഇവിടത്തേക്കും വരയ്ക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കും വരയ്ക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കും വരയ്ക്കുക. ഇനി ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ വരകളൊക്കെ മായ്ച്ച് കളയുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേ കളറ് ഇതിലേക്കും കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രമാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഫസ്റ്റിൽ ഒരു വൃത്തം വരയ്ക്കുക. ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തമാണ് വരയ്ക്കുന്നത്. 4 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ സ്കെയിലിൽ, അതായത് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 0, ഇവിടെ 6, അപ്പോൾ സ്കെയിൽ ഇവിടെ കുത്തിയിട്ട് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ അളന്നെടുത്തു. വരയ്ക്കേണ്ട ആവശ്യമില്ല. 6 സെൻറ്റിമീറ്റർ അളന്നെടുത്തതിന് ശേഷം, കോമ്പസിൽ അളന്നെടുത്തതിന് ശേഷം കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്തു, ഞാൻ 6 സെൻറ്റിമീറ്റർ ആരമുള്ള സർക്കിളാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആരമുള്ള സർക്കിൾ ഞാനിവിടെ, വൃത്തം ഞാനിവിടെ വരച്ചു. ഇനി അതിന് ശേഷം, അതായത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഒരു 6 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം ഞാൻ വരച്ചു. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, ആ കോമ്പസിൻ്റെ അളവ് തെറ്റിക്കാൻ പാടില്ല. ഇതിന് 6 തുല്യ ഭാഗങ്ങൾ ആക്കുക. അതായത് ഈ വൃത്തത്തിന് തന്നെ 6 തുല്യ ഭാഗങ്ങളാക്കാൻ നിങ്ങൾ കോമ്പസ് എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ കുത്തിയിട്ട്, അതിൻ്റെ മോനെ ഒരു പോയിന്റിൽ കുത്തിയിട്ട്, നമ്മളിപ്പോൾ എടുത്ത സർക്കിൾ വൃത്തം വരക്കാനെടുത്ത 6 സെൻറ്റിമീറ്റർ ആരമുള്ള കോമ്പസാണ് എടുത്തത് അല്ലേ. ആ കോമ്പസ് മാറ്റാതെ തന്നെ അങ്ങനെ തന്നെ പിടിച്ച് കോമ്പസിൻ്റെ മോനെ ഇവിടെ കുത്തിയിട്ട് 6 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ കുത്തിയിട്ട് 6 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഈ വൃത്തത്തിനെ 6 തുല്യ ഭാഗങ്ങളാക്കി അല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ തമ്മിൽ വരച്ച് സ്കെയിൽ വെച്ച് വരച്ച് യോജിപ്പിക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് വരച്ച് യോജിപ്പിച്ചു. ഇങ്ങനെ വരക്കുക, ഇങ്ങനെ വരക്കുക. ഇവിടുന്ന് ഈ പോയിന്റിലേക്ക്, അതായത് ഈ വൃത്തത്തിൻ്റെ ഈ പോയിന്റിൽ ടച്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടത്തേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് ഈ 2 പോയിന്റുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരക്കുക. ഇപ്പോൾ ഒരു ഷഡ്ഭുജം കിട്ടി. 6 വശങ്ങളിലുള്ള ഒരു ഷഡ്ഭുജമാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഒന്നിടവിട്ട രീതിയിൽ നമ്മൾ വരച്ച് യോജിപ്പിക്കുക. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുക. ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ വരക്കാത്ത പോയിന്റുകൾ തമ്മിൽ വീണ്ടും യോജിപ്പിക്കുക. ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുക, ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുക. അപ്പോൾ 2 ത്രികോണങ്ങൾ അകത്ത് കിട്ടിയല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ പുറമേയുള്ള ഈ വൃത്തത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയുക. അതിനുശേഷം ഇതുപോലെ ഭംഗിയായിട്ട് കളർ കൊടുക്കുക. സിമ്പിളാണ്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ചിത്രം വരക്കാം. ലാസ്റ്റ് ചിത്രം വരക്കാൻ ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ലേ നിങ്ങൾക്ക്, എങ്ങനെ ഇത് ചെയ്യാം നമുക്ക്. അതായത് ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ചെറിയൊരു വൃത്തമാണ്. ഇതെന്താണ്, ഇതും ഒരു വൃത്തമാണ്. അപ്പോൾ ഈ 2 വൃത്തങ്ങളുടെ ഇങ്ങനെ ഇത് കളർ ചെയ്തതാണ്. ബാക്കി ഭാഗങ്ങൾ മായ്ച്ച് കളഞ്ഞാൽ നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റിൽ ഞാനൊരു 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കുന്നു. 3 സെൻറ്റിമീറ്റർ ആരമെന്ന് വെച്ചാൽ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. നടുക്ക് കുത്തിയിട്ട്, കോമ്പസിൻ്റെ മോനെ നടുക്ക് കുത്തിയിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് 3 സെൻറ്റിമീറ്റർ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം വരച്ചു. ഇനി ഈ വൃത്തത്തിൻ്റെ നടുഭാഗം, അതായത് നമ്മൾ കോമ്പസ് കുത്തിയ ഭാഗം നിങ്ങൾ കളയാൻ പാടില്ല, അവിടെ അടയാളപ്പെടുത്തുക. ആ കുത്തിയ ഭാഗം അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇവിടത്തേക്ക് നിങ്ങൾ സ്കെയിൽ വെച്ച് വരക്കുക. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും, ഞാനിവിടെ 3 സെൻറ്റിമീറ്ററാണ് എടുത്തതിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ നടുഭാഗത്ത് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നടുഭാഗത്ത് കുത്തിയിട്ട് ഇവിടുന്ന് കോമ്പസ് ഇവിടത്തേക്ക് 1.5 സെൻറ്റിമീറ്റർ ഉണ്ടാകുമല്ലോ. അപ്പോൾ പകുതി 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസ് ഇവിടെ കുത്തുക, ഇങ്ങനൊരു വൃത്തം വരക്കുക. ഇനി എന്ത് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനൊരു വൃത്തം വരക്കുക. അതായത് എങ്ങനെയാണ്, ഫസ്റ്റിൽ ഞാൻ 3 സെൻറ്റിമീറ്ററുള്ള ഒരു വൃത്തം വരച്ചു. ഇനി അതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് എന്ത് ചെയ്തു,
സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു, അതായത് 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇങ്ങോട്ടേക്കും വരച്ചു. അപ്പം 6 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു അല്ലേ. ഇനി ഇതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്തു, ഇതിൻ്റെ നടുഭാഗം മാർക്ക് ചെയ്തു. ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു. ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒരു വൃത്തം വരച്ചു. കറക്റ്റായിട്ട് വേണം വരക്കാൻ വേണ്ടി. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ അടിഭാഗം മായ്ച്ചു കളയുക നിങ്ങൾ റബ്ബർ കൊണ്ട്. എനിക്കിവിടെ മായ്ക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകൾ ഭാഗവും ഇവിടെ മായ്ച്ചു കളയുക. അപ്പോൾ ഇതിങ്ങനെ മായ്ച്ചു കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ഈ വൃത്തത്തിൻ്റെ പകുതി ഇങ്ങനെ ഉണ്ടാകും, ഈ വൃത്തത്തിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ ചുവപ്പ് കളർ കൊടുക്കുക, താഴ്ഭാഗത്ത് കറുപ്പ് കളർ കൊടുക്കുക. ഓക്കെ ഇത്രയാണ് ഈ ലെസണിൽ വരുന്ന പ്രവർത്തനങ്ങൾ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി രണ്ടാമത്തെ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിൽ വെക്കുന്നതിനായി എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.